ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. വിതൗട്ട് ഹോളിനെസ് യു ക്യാനോട്ട് സീ ഗോഡ്. വിശുദ്ധി എന്ന് പറയുന്നത് വിശുദ്ധിയുടെ ഉടമസ്ഥൻ ദൈവമാണ്. ഈസ് എ ഹോളി ഗോഡ്. ബി ഹോളി ആസ് ഐ ആം ഹോളി. പത്രോസ് 1:16 ബി ഹോളി, നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ. ദൈവം നിർബന്ധമായിട്ടും പറയുന്നൊരു കാര്യമാണ് വിശുദ്ധി. വിശുദ്ധരാകാൻ എത്ര പാടെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ജഡശക്തികൾ അതിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നതുകൊണ്ടാണ്. 1 പത്രോസ് 1:16 ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളെ വിളിച്ച വിശുദ്ധനും ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിപ്പീൻ ആയിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഇത് ലേവ്യ പുസ്തകം 11:45 19:2. അപ്പം ദൈവം നമ്മളെ വിശുദ്ധരാക്കാൻ ആഗ്രഹം. അത് പഴയ നിയമത്തിൽ വളരെ ചിട്ടയായിട്ട് ദൈവം വിശുദ്ധി സൂക്ഷിക്കണമെന്ന് നിർബന്ധമായിട്ടും ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഭയപ്പെടുന്ന തരത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വിശുദ്ധി തന്നെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ബേൺ ചെയ്തു പോകും. അതുകൊണ്ടാണല്ലോ പഴയ നിയമത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ കയറുന്നതിന് മുമ്പ് തന്നെ അവരെ തന്നെ ശുദ്ധീകരിക്കുക തന്നെയല്ല, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരാടിനെ അറുത്തിട്ട് നമ്മുടെ പാപം അതിന്മേൽ തലയിലോട്ട് മാറ്റി വെച്ചിട്ട് അതിനെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ ജനങ്ങളുടെ പാപങ്ങൾ അതിൻ്റെ രക്തം പിടിച്ച്, ഈ രക്തം അവനവൻ്റെ പാപത്തിനും ജനത്തിൻ്റെ പാപത്തിനും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ രക്തവും വെള്ളവും പിടിച്ചിട്ടാണ് മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലുന്നതെന്ന് ഓർക്കണം. അത്ര സ്വാതന്ത്ര്യമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വന്നതോടുകൂടി നമ്മൾ അപ്പനും മക്കളും എന്നുള്ള പദവിയിലേക്ക് ദൈവം ആക്കിയിരിക്കുകയാണ്. അപ്പം വിശുദ്ധി കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറയുമ്പം നോയമ്പിൻ്റെ കാലത്തിനൊക്കെ പ്രത്യേകത വരും ആ ടൈമിൽ. കാരണം മറ്റ് സമയങ്ങളിൽ കൂടുതൽ നമ്മൾ ലോകപ്രകാരമായി ജീവിക്കുന്നതിലും ശ്രദ്ധ വെച്ച് നമ്മൾ ഈ സമയങ്ങളിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നു. അത് നല്ലൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിച്ചാലേ വിശുദ്ധ ജീവിതം നയിക്കാനൊക്കത്തുള്ളൂ. സ്വന്തം കഴിവിൽ എങ്ങനെയൊക്കെ ജീവിച്ചാലും നമ്മൾ തെറ്റിപ്പോകുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പം ചെളിയിൽ വീഴാതെ അവൻ നമ്മളെ കൊണ്ട് നടക്കുന്ന ഒരു ദൈവം. അപ്പോൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ വിശുദ്ധീകരണം അത് ക്രിയയായിട്ട് ചെയ്യുന്നത് പഴയ നിയമത്തിൽ എങ്ങനെയാണ് പുരോഹിതന്മാർ തന്നെ ശുദ്ധീകരിക്കേണ്ടത്, അവരെങ്ങനെ എത്ര ദിവസം ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവത്തിൻ്റെ ഒരു ദൂത് കിട്ടുന്നതിന് മുമ്പ് എത്ര ദിവസം ഉപവസിക്കണം, ഇതൊക്കെ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്ക് വിശുദ്ധീകരണം നമുക്ക് അത്യാവശ്യമാണെന്ന് എബ്രായ ലേഖനത്തിൻ്റെ 12:14 ഇങ്ങനെ പറയുന്നു: എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അങ്ങനെ ഉത്സാഹിക്കണമെന്ന് എന്താ പറയുന്നത്? ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ ഒരുതിക്കൊള്ളുകയും. കണ്ട, നമുക്ക് ദൈവം വിശുദ്ധി ഇടാൻ പറയുമ്പോൾ നമ്മളിൽ വല്ല കയ്പും കിളുത്തിട്ട് അത് മലിനമാക്കാൻ ഇടയാക്കരുത്. അപ്പോൾ ചിന്തകളിൽ പോലും ശുദ്ധി ആഗ്രഹിക്കുക. ഈ ചിന്തകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനോമുകുരത്തിലുള്ള തോട്ട്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യത്തില്ല, പറയത്തില്ല. ചിലത് പറയാൻ കൊള്ളത്തില്ല, കാരണം ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ചില ചിന്തകളിലേക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതൊന്നും പറയുന്നില്ലെങ്കിലും ഇറ്റ് ഹാസ് ഗോട്ട് സം പവർ, അതിനൊരു ശക്തിയുണ്ട്. അത് നമുക്ക് ഇന്ന് യേശുവിനോട് പറയാം: കർത്താവേ, അങ്ങനെയുള്ള ചിന്തകൾ മല പോലെ നിൽക്കുന്നതായിട്ടാണ് ദൈവം കാണിക്കുന്നത്. പറയുന്നൊന്നുമല്ല, പുറത്ത് പറയുന്നത് വേറെ, പറയാത്തവരൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചാൽ അവരുടെ തോട്ട്സിനകത്ത് അഴുക്ക് ചിന്ത വന്നാൽ പോലും അത് മലിനീകരണമാണെന്ന്. അത് വളരെ വളരെ ആഴമേറിയൊരു ചിന്തയാണ്. അതുതന്നെ വല്ലാതെ ടച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിനകത്ത് പോലും അഴുക്ക് ചിന്ത വരാതിരിക്കണമെങ്കിൽ ദൈവം ഒരു സ്ക്രീൻ പോലെ നമ്മുടെ ഉള്ളിലേക്ക് അഴുക്ക് കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ദൈവത്തിനെ അനുവദിക്കണം. കർത്താവേ, എൻ്റെ ചിന്തയ്ക്കകത്ത് പോലും എത്ര വചനം എടുത്ത് മെഡിറ്റേറ്റ് ചെയ്താലും അല്പനേരമെങ്കിലും മെഡിറ്റേഷൻ മാറിയാൽ, വചനത്തിൽ നിന്ന് മാറിയാൽ മാനുഷികമായ ചിന്തകൾ കയറി വരും. പക്ഷേ കർത്താവ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച്, എന്താണ്
കയ്പുള്ള വേര്, അതിൻ്റെ ഒരു ചെറിയ നാമ്പ് അവിടെ കിടപ്പുള്ളൂ. പക്ഷെ അത് കിളിച്ചിട്ട് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുന്നു. അവിടെ കലക്കമുണ്ടാക്കുന്നത് ദുഷ്ടപിശാചാണ്, അത് ദൈവത്തിൻ്റെ അല്ല. സമാധാനം ആചരിക്കണമെന്ന്. എന്താണ് സമാധാനം? സമാധാനം നിർബന്ധമായിട്ടും നമ്മൾ വീട്ടിൽ കൊണ്ടുവരണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കുക, ഒരാൾ താണാൽ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് ആദ്യം പറഞ്ഞ് പിന്നെ അന്യോന്യം ക്ഷമിച്ചാൽ ദൈവം അത് കേൾക്കും. ഒരാളെങ്കിലും രണ്ടുപേർക്കും വിവേകമില്ലാതെ അന്യോന്യം കുറ്റം പറയുന്നതാണെന്ന് ചിന്തിച്ചാൽ അവിടെ സമാധാനം വരത്തില്ല. എന്നാൽ ഒരാൾ ചിന്തിക്കുകയാണ് ഇത് അവളുടെ അറിവില്ലായ്മ മൂലം, അല്ലെ എൻ്റെ ഭർത്താവിൻ്റെ ബലഹീനതയാണ്, ഞാനങ്ങ് കംപ്ലീറ്റായിട്ട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബലഹീനത മാറുകയാണ്. ചിന്തയ്ക്കകത്ത് പണ്ട് അത് ചെയ്തുകൊണ്ട് ഇങ്ങനെ എന്നും വരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന അത് റിപ്പീറ്റ് ചെയ്യും. ബിക്കോസ് അതിൻ്റെ കയ്പുള്ള വേര് കിടക്കുന്നത് വീണ്ടും കിളുത്ത് വന്നിട്ട് കലക്കമുണ്ടാക്കുമെന്ന്. അപ്പം തീർത്തും നമ്മുടെ ചിന്തയ്ക്കകത്ത് ഒരു മലിനതയും കയറില്ലെന്ന് ദൈവം ആഗ്രഹിക്കുക. അതെത്രമാത്രം മനുഷ്യ ജീവിതത്തിൽ സാധിക്കുമെന്ന് ചോദിച്ചാൽ മാനുഷികമായിട്ടത് സാധിക്കത്തില്ല, പക്ഷെ ദൈവത്തിന് സാധിക്കും. കർത്താവേ, എനിക്കറിയാവുന്ന ഒരു സ്ത്രീ അരാംകോയിൽ, സൗദി അരാംകോയിൽ, ഇപ്പോൾ അവരൊരു കാത്തലിക് സ്ത്രീയാണ്. അവരെപ്പോഴും പറയും ഞാൻ ഉപവസിക്കാം. ഞാൻ ചോദിക്കും എന്തിനാണ് ഉപവസിക്കുന്നത്? ഞാൻ 24 മണിക്കൂർ ഉപവസിക്കുക, ഒരഴുക്ക് ചിന്ത എന്നിൽ വരാതിരിക്കാനായിട്ട്. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ അതിശയിച്ചു പോയി. അവരെന്തിനാ അങ്ങനെ അവരുടെ ആത്മാവ് തോന്നിച്ച് തന്നെ. എനിക്കിപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. ചിന്തയ്ക്കകത്ത് പോലും അഴുക്ക് വരാതിരിക്കാൻ വേണ്ടി അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞതിന് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് വിഷമിപ്പിച്ചതിന് ക്ഷമ ചോദിക്കാൻ മടിയുള്ളവരാണ്. കർത്താവ് നിൻ്റെ ചിന്തയ്ക്കകത്ത് വിശുദ്ധി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് ചിന്തയിൽ വിശുദ്ധി ഇല്ലെങ്കിൽ അതുകൊണ്ട് കലക്കം വരും. ഒരു ചെറിയ ഒരു വേരിൻ്റെ ഒരറ്റം മതി കലക്കമുണ്ടാക്കാൻ. ഒരു ഊണിന് അതുപോലെ തന്നെ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു, ഏശാവിനെ പോലെ അഭക്തനുമായി. അതായത് ഏശാവിന് അവകാശമുണ്ടായിരുന്നത് ഭക്ഷണത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞു. പലപ്പോഴും നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്ന് എനിക്കത് കിട്ടാൻ വേണ്ടി ഇതിന് വില കൊടുക്കാതെ നമ്മളത് ചെയ്യാറില്ലേ? ഇപ്പോൾ ഇത് ആളെ വരുന്നത് പിന്നെ കാണാം, പലപ്പോഴും ചിന്തിക്കാറില്ല. എന്നാൽ ഇത് എനിക്ക് തിന്മയ്ക്കാണ്, ഇത് വേണ്ട എന്ന് പറയാനുള്ള ബുദ്ധി പരിശുദ്ധാത്മാവ് വിട്ട് തരാതൊക്കത്തില്ല. അതുകൊണ്ടാണ് അവകാശം നഷ്ടപ്പെട്ടു പോയിട്ട് അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു. അതായത് ജ്യേഷ്ഠൻ്റെ അവകാശം ഇരട്ടി അവകാശം, 3 ടൈംസ് അവകാശമുണ്ട്. അത് നഷ്ടപ്പെടുമെന്ന് സാധ്യം വന്നപ്പോൾ ഭയപ്പെട്ടിട്ട് പറഞ്ഞു പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഏശാവിന് യാക്കോബിന് കിട്ടിയ ഒരനുഗ്രഹവും കിട്ടിയില്ല. ഏശാവ് കരയുന്നുണ്ട്, അപ്പനോട് ചോദിക്കുന്നുണ്ട് ഒരനുഗ്രഹം നിനക്ക് തരാനില്ലെന്ന്. അപ്പോൾ യാക്കോബിന് കൊടുത്ത അനുഗ്രഹം തന്നെ. ഇസഹാക്ക് പറയുന്നു ഞാൻ അനുഗ്രഹിച്ചത് തന്നെ, വേറെ ഒന്നും അനുഗ്രഹിക്കാനില്ലായിരുന്നു. പിന്നെ ചെറിയതായിട്ട് വില അനുഗ്രഹങ്ങൾ നമ്മൾ ഈ ഉൽപ്പത്തിയിൽ വായിക്കുമ്പം കാണുന്നുണ്ട്. അപ്പം നമ്മളോട് പറയുന്നത് നമ്മളെല്ലാവരോടും സമാധാനം ആചരിക്കണം, ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം, ലിവിങ് എ സാങ്ക്ടിഫൈഡ് സെറ്റ് അപ്പാർട്ട് ലൈഫ്, പർസ്യൂയിങ് പീസ് ആൻഡ് പ്യൂരിറ്റി essential for experiencing God's presence and fellowship both now and eternally. വളരെ പ്രധാനമാണ്. അതായത് ഒരു സാങ്ക്ടിഫൈഡ്, ഒരു വിശുദ്ധീകരിച്ച ജീവിതം, സെറ്റപ്പാർട്ട്, മാറി നിൽക്കുന്ന ഒരു ജീവിതം. എല്ലാത്തിനും ചെന്ന് തലയിടേണ്ട ആവശ്യമില്ല. വി ആർ സെറ്റപ്പാർട്ട് പീപ്പിൾ. നമ്മളെ തിരഞ്ഞെടുത്തിയ ഒരു ജനതയാണ്. എന്നിട്ട് നമ്മൾ സമാധാനം അന്വേഷിക്കണം. സമാധാനവും വിശുദ്ധിയും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. എത്ര പേര് സമാധാനം ഉണ്ടാക്കുന്നവരുണ്ട്? ഒരാളുടെ വിഷമത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സന്തോഷിക്കുന്നെങ്കിൽ ദൈവം അത് അറിയുന്നുണ്ട്. അത് നമുക്ക് അനുവാദമില്ല. നമ്മൾ മറ്റുള്ളവരുടെ ബലഹീനത കണ്ടിട്ട് അറിയാതെ അഴുക്ക് ചിന്ത വന്നതിന് ഉടനെ ക്ഷമ ചോദിച്ചിട്ട് കർത്താവെ നീ അവരെ അനുഗ്രഹിക്കണമേ, തിന്മയായതൊന്നും സംഭവിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ക്രമേണ ആ ചിന്തകളിൽ വ്യത്യാസമാണ്. എക്സ്പീരിയൻസിങ് ഗോഡ്സ് പ്രസൻസ് ആൻഡ് ഫെലോഷിപ്പ് എപ്പോഴൊക്കെയാണ്? ഇപ്പോഴും വരാൻ പോകുന്ന ജീവിതത്തിലും ഇനിയുള്ള കാലത്തിലും ഈ ദൈവത്തോടുള്ള സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ പീസ്ഫുൾ, അതായത് വിശുദ്ധി ഉണ്ടായിരിക്കണം. വിശുദ്ധി ദൈവത്തിൻ്റെ മെയിൻ ക്യാരക്ടറാണ്.
അതില്ലാതെ ദൈവത്തിനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ ഒക്കത്തില്ല. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ലെന്ന്. അപ്പോൾ ശുദ്ധീകരണം പഴയ നിയമത്തിൽ മൃഗങ്ങളുടെ രക്തം ഒഴിച്ചിട്ട് ശുദ്ധീകരണം നടത്താറുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ രക്തമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, പുതുനിയമത്തിൻ്റെ മധ്യസ്ഥന യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്. യേശുവിൻ്റെ രക്തമാണ്. അതപ്പം 3 കാര്യങ്ങൾ. ഒന്ന്, സീക്ക് ഹാർമണി വിത്ത് അതേഴ്സ് ആൻഡ് ലിവ് ഇൻ ഹോളി ലൈഫ്. അതായത് മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കാതെ ജീവിക്കണം എന്നൊരു ഉടമ്പടി എടുക്കണം. കഴിവതും വഴക്കുണ്ടാക്കാതെ ദൈവം എന്നെ സൂക്ഷിക്കണമേ. 2, ഹോളിനെസ് ഈസ് എ പ്രീ റിക്വസിറ്റ്. അതായത് വിശുദ്ധി ദൈവത്തെ കാണുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. 3, കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്രേസ്. ദിസ് പർസ്യൂട്ട് ഓഫ് holiness stems from God's saving grace. It is a natural outflow of a transformed life in Christ. അതായത് ഈ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് ദൈവമാണ് പഠിപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ സ്വയം കഴിവേണ്ടതുണ്ടാകത്തില്ല. പക്ഷേ ആഗ്രഹം ഇട്ടതെന്ന് നമ്മൾ എന്താഗ്രഹിക്കുന്നു, നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മുടെ മുമ്പിൽ വരും. പ്രത്യേകിച്ച് വിശ്വാസികളായ ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ പറയുകയാണ്, what you value most. What if you value someone and that person will appear before you? The best thing is to value Jesus. You think about him and then he will appear before you. Give him honor, give him purity, give him the respect which is due to him. നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കത്തില്ല എന്ന് നീ പറഞ്ഞ് സമ്മതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പറച്ചിലിനകത്തൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്, വേണ്ടാത്തൊന്നും പറയുന്നില്ല. പക്ഷെ ചിന്തയിൽ മല പോലെ നിൽക്കുന്ന ഈ ചിന്തകൾ ദൈവം എടുത്തു മാറ്റിയൊക്കത്തുള്ളൂ. മഞ്ഞുപോലെ ആക്കാമെന്ന് നീ വാഗ്ദത്തം തന്നിരിക്കുന്നു. നിൻ്റെ മഞ്ഞുപോലെയുള്ള ആ ശീതമായിട്ടുള്ള ദൈവത്തിൻ്റെ അവിശുദ്ധ വെള്ളം അത് ഞങ്ങളുടെ മേലോട്ട് തളിച്ചേക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങളെ ശുദ്ധമാകാ എന്ന് നീ പറയുമ്പോൾ ഞങ്ങൾ ശുദ്ധമാകും. അല്ലാതെ ഞങ്ങൾ തന്നെ വിചാരിച്ചാൽ ഈ ശുദ്ധമാക്കൽ നടക്കത്തില്ല. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നാഥൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നീ അതിന് തക്കതായ ഉത്തരം തരുന്ന ദൈവമാകിയാൽ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. യേശാവിനെ പോലെ ജ്യേഷ്ഠാവകാശം ഒരു ഭക്ഷണത്തിൻ്റെ ഒരു നേരത്തെ പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി പിന്നെ അത് എന്നേക്കും ദുഃഖകരമായി മാറി. അതുപോലെ ഞങ്ങൾ എത്ര മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ പെട്ടെന്നുള്ള ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്നുള്ള സുഖത്തിന് വേണ്ടി മണ്ടത്തരങ്ങൾ കാണിക്കുന്നവരാണ്. ക്ഷമിക്കണേ കർത്താവേ, അതിൽ നിന്നൊരു വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം ഉണ്ടാക്കുന്നവരാക്കി മാറ്റാൻ, മറ്റുള്ളവരുടെ ബലഹീനതയിലും കുറവുകളിലും ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കാതെ അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപയും, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ചുറ്റുപാട് സമാധാനം അയക്കാനും നിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഞങ്ങൾ വസിക്കുന്ന സ്ഥലം, ഞങ്ങളുടെ മക്കളിൽ, മരുമക്കളിൽ, കൊച്ചുമക്കളിൽ ഒക്കെ ഈ ദിവ്യ സമാധാനത്തിൻ്റെ ഒരു നിറവുണ്ടായിരിക്കണമേ. നിൻ്റെ വിശുദ്ധി അവിടെ പടരട്ടെ അപ്പച്ച. കുടുംബങ്ങളിൽ സമാധാനമുണ്ട്. സമാധാനത്തോടെ ജീവിക്കാൻ നീ ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. വഴക്കുണ്ടാക്കുന്നത് ദൈവത്തിൻ്റെ അല്ലല്ലോ. എല്ലാ കലക്കത്തിൻ്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞിട്ട് വിശ്വസ്തനായ ദൈവത്തിൻ്റെ പ്രസൻസ്, സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അതങ്ങനെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ ഓടി വന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.